ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ വ്ളോഗാണ്. ശനിയാഴ്ച ദിവസം നമ്മുടെ പ്രിയപ്പെട്ട നടനായ സലീം കുമാർ മരിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റപ്പോൾ ടി വിയിൽ ഈ വാർത്തയൊക്കെ വെച്ചിട്ടാണ് കണ്ടത് കേട്ടോ. നമുക്ക് ഇത് ശനിയാഴ്ച രാത്രി കണ്ടപ്പോൾ തന്നെ ഒരുപാട് സങ്കടം തോന്നിയ ഒരു ആയിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുകയും നമുക്ക് സങ്കടം വരികയും ഒക്കെ ചെയ്യിപ്പിച്ച ഒരു നടനും കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് നമുക്ക് ഇന്നത്തെ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന് ഞായറാഴ്ചയാണ്. രാവിലെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റു, ചായയൊക്കെ കുടിച്ചതിന് ശേഷം പള്ളിയിലോട്ട് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നേരം തൊട്ട് എനിക്ക് കഴുത്തിന് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് പള്ളിയിൽ പോയേ പറ്റത്തുള്ളായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ ഇന്ന് പള്ളി പ്രവേശനോത്സവമാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തലേ ദിവസം തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് കിടന്നത്. അപ്പോൾ ആരാധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം സൺഡേ സ്കൂൾ പിള്ളേരും ടീച്ചേഴ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. രാവിലെ 8:30 മണി ആയി കേട്ടോ തുടങ്ങിയപ്പോൾ. നമുക്ക് ആരാധനയൊക്കെ കഴിഞ്ഞു. നമുക്ക് ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയത്. ഞാൻ പറഞ്ഞിട്ട് സൺഡേ സ്കൂൾ പിള്ളേരും ടീച്ചേഴ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ഈ സിസ്റ്ററാണ് നമുക്ക് ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തത്. രണ്ടാമതൊന്ന് സിസ്റ്റർ ഞങ്ങളുടെ പള്ളിയിൽ ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു. സിസ്റ്റർ നമ്മുടെ പള്ളിയിൽ നിന്ന് മാറിപ്പോവുകയാണ്. അടുത്ത ആഴ്ച മുതൽ വേറൊരു സിസ്റ്ററാണ് വരുന്നത്. അപ്പോൾ 2 ടീച്ചേഴ്സും HM സിസ്റ്റേഴ്സ് പിന്നെ 2 കുഞ്ഞു പിള്ളേർ ഇവരെയൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഉദ്ഘാടനമൊക്കെ നടത്തിയത്. എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഉള്ളൊരു ദിവസവും കൂടെ ആയിരുന്നു. കാരണം ഈ വർഷം തൊട്ട് പുതിയൊരു വർഷം തുടങ്ങുകയും സൺഡേ സ്കൂൾ എല്ലാ പിള്ളേരും വേറെ ക്ലാസ്സിലോട്ടാവുകയും ഒക്കെ ആയല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണല്ലോ. പിള്ളേരുടെ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പിള്ളേരേ ഉള്ളൂ ഞങ്ങളെ പള്ളിയിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാരേ ഉള്ളൂ പള്ളിയിൽ. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് പിള്ളേരും, കുറച്ച് പിള്ളേരേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും കുഴപ്പമില്ല, എല്ലാവർക്കും ഭയങ്കര സന്തോഷപ്രദമായ ഒരു ദിവസം കൂടെ ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഡാൻസ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് പഠിച്ചെടുത്താണ് കേട്ടോ. നമ്മുടെ പള്ളിയിൽ തന്നെ ഇപ്പോൾ ആങ്കറിങ് ചെയ്യുന്ന കുട്ടിയാണ് പിള്ളേരെ ഈ ഒരു ഡാൻസ് പഠിപ്പിച്ചത്. നല്ലൊരു കുഞ്ഞു പാട്ടാണ് കേട്ടോ. നമുക്കെല്ലാവർക്കും കുഞ്ഞു പിള്ളേർക്കൊക്കെ പാടിക്കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പാട്ടാണ്. നമുക്ക് ആദ്യമേ തന്നെ ഈശോയെക്കുറിച്ച് പറയുമ്പോഴും രാവിലെ എഴുന്നേറ്റിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നൊരു പാട്ട് കൂടെയാണ്. ഈ ഒരു വർഷക്കാലം പുതിയ പുതിയ കുറേ കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ പള്ളിയിലച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളത്. എന്തൊക്കെ ചെയ്യണം, ഈ ഒരു വർഷക്കാലം എങ്ങനെയായിരിക്കണം സൺഡേ സ്കൂൾ കൊണ്ടുപോകേണ്ടത്, ക്ലാസ് എങ്ങനെയായിരിക്കണം, എത്ര മണിക്കായിരിക്കണം ക്ലാസ്, പിള്ളേരൊക്കെ വരുന്നത് എങ്ങനെയായിരിക്കണം, അതൊക്കെ അച്ഛന് ആരാധന സമയത്ത് പ്രസംഗത്തിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 2 സിസ്റ്റേഴ്സും അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത് ഷൈനി ചേച്ചി എൻ്റെ ഒരു ബന്ധു കൂടെയാണ് കേട്ടോ. പക്ഷെ ഞങ്ങളിവിടെ വന്നാണ് പരിചയപ്പെടുന്നത്. അങ്ങനെ ചേച്ചി നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി, തൊട്ടിങ് അറ്റത്തൊരു സാറ് ഇരിപ്പോണ്ട് നമ്മുടെ HM ആണ്. പിന്നെ ഇവർ അനിയനും ചേച്ചിയാണ് കേട്ടോ. ഒരു വീട്ടിലാണ് അവർ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേരെ കൊണ്ട് തന്നെ ബൈബിൾ വായിക്കാൻ പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എബിയും ഒരു ബൈബിൾ വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും അവിടെ ഇരുന്നവരെല്ലാവരും തന്നെ ഇനി സൺഡേ സ്കൂൾ എങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരികയാണ് ചെയ്തത് കേട്ടോ. പുറത്ത് നല്ല മഴയായിരുന്നു. അത് ചേട്ടൻ കടയിൽ പോകണമെന്ന് വിചാരിച്ച് അങ്ങനെ നിന്ന സമയത്ത് ഇവിടെ പ്രോഗ്രാം ആയതുകൊണ്ട് പിന്നെ പോയിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചേട്ടൻ അപ്പുറത്ത് ഒരു ഹോളിൽ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് കയറാനായിട്ട് ഭയങ്കര മഴയായതുകൊണ്ട് പിന്നെ ഇങ്ങനെ നനഞ്ഞിങ്ങോട്ട് ഓടിക്കയറണ്ടല്ലോ എന്ന് കരുതിയിട്ട് അപ്പുറത്തെ ആ ഹോളിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ HM. ഞാൻ വന്ന നാൾ തൊട്ട് സാറ് തന്നെ നമ്മൾ സൺഡേ സ്കൂളിൻ്റെ HM. ഒരു ചേച്ചി ഇടയ്ക്ക് മാറി വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ചേട്ടൻ തന്നെയാണ് കേട്ടോ നമ്മളെ HM. പിന്നെ ഇതെൻ്റെ ഡയറി, നമുക്ക് അധ്യാപക ഡയറിയാണ് കേട്ടോ. അത് എൻ്റേതും ഞാൻ പൂരിപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ദിവസം എന്താണ് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ഇതിനകത്ത് എഴുതണം. എന്തെങ്കിലും വിശേഷപ്പെട്ട എന്തെങ്കിലും ദിവസത്തിലെ കാര്യങ്ങൾ എഴുതാനുണ്ടെങ്കിലും ഇതിനകത്താണ് എഴുതേണ്ടത്. കുട്ടികളെല്ലാം നമ്മൾ പഠിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഡയറി എഴുതാനുള്ളത്. പക്ഷെ അധ്യാപകർ അതിന് തൊട്ട് മുന്നേയായിട്ട് ഈ ഡയറി പൂർത്തിയാക്കിക്കണം. അതായത് ഓരോ ദിവസത്തെ പാഠം പൂർത്തിയാക്കണം. അപ്പോൾ എൻ്റെ കുട്ടി 2 പേരുണ്ടായിരുന്നു കേട്ടോ. ഒരാൾ നേരത്തെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അത്യാവശ്യമൊക്കെ ആയിട്ട് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഡയറി എഴുതാനൊക്കെ സഹായിച്ചു. പിന്നെ ഞങ്ങൾക്ക് ലഡു തന്നിട്ടുണ്ടായിരുന്നു പള്ളിയിൽ വെച്ച് തന്നെ. പിന്നെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അത് ഞാൻ തമ്മിൽ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അത് ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നെടുത്ത ഫോട്ടോ. പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ തന്നെ നട്ട് വളർത്തിയ നമ്മുടെ പീനട്ട്
നല്ലൊരു ഫലമായിട്ട് ഇപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിച്ചപ്പോഴത്തേക്കും മധുരം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കഴിക്കാനും വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുഴപ്പമില്ല. എബിക്ക് കൊടുത്തപ്പോഴും വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ആശാന്. എന്നാലും അവൻ കഴിച്ചു. പിന്നെ രാവിലത്തേക്കുള്ള ഫുഡ് തയ്യാറാക്കി കേട്ടോ. അപ്പോൾ ഗോതമ്പ് ദോശയും കടലക്കറിയൊക്കെ ആയിരുന്നു. അതും കൂട്ടി കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഉച്ചത്തേക്കുള്ള ഫുഡ് തയ്യാറാക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചത്തേക്ക് കഴിക്കാനായിട്ട് പച്ചടിയും മെഴുക്ക് പുരട്ടിയും ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ കറിയും മധുരക്കിഴങ്ങുമാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് കുടുംബശ്രീയിലോട്ട് പോയി കേട്ടോ. അപ്പോൾ കുടുംബശ്രീയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പൈസയെല്ലാം വാങ്ങി കേട്ടോ. പൈസയെല്ലാം വാങ്ങി ഞങ്ങൾ പിരിഞ്ഞു. അതിനുശേഷം നേരെ വീട്ടിലോട്ട് വന്നു. തൊട്ട് മുന്നേട്ട് അവിടെ നിന്ന് ചായ കുടിച്ചോട്ടെ. എല്ലാവർക്കും ചായ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ദിവസത്തിന് ശേഷം ഒരു മോദകം കിട്ടിയപ്പോൾ ഞാനങ്ങനെ കഴിച്ചു. പകുതി എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പരിപ്പ് വട ഉണ്ടായിരുന്നു. അതിൻ്റെ പകുതി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തോ പറഞ്ഞപ്പോൾ ആദു എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയ വഴക്ക് കൊടുത്തപ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഞാൻ വഴക്ക് പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. എൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് വഴക്ക് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് സങ്കടം വരും, കരച്ചിൽ വരും. ആദ്യം ഇങ്ങനെ കരയാതിരുന്നാൽ പോലും ബീന വന്നു, അയ്യോ ആൻറ്റി വഴക്ക് പറഞ്ഞാൽ മോനേന്നൊന്ന് പറഞ്ഞാൽ മതി, ഒട്ടും അവൻ കരയും. അങ്ങനെയാണ്. അപ്പോൾ അവനെയൊക്കെ ആശ്വാസപ്പെടുത്തി. പിന്നെ ചേട്ടനും എബിയും കൂടെ വന്നിട്ട് ഞങ്ങൾ നേരെ വെങ്ങാനൂർ വന്നു. വരാൻ കാര്യം വെച്ചാൽ എബിക്ക് ഷൂ വാങ്ങിക്കണം, യൂണിഫോം വാങ്ങിക്കണം. പിന്നെ എനിക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വെങ്ങാനൂർ തന്നെ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവിടെ നിന്ന് തന്നെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എബിക്ക് അവിടെ വന്നപ്പോഴത്തേക്ക് എനിക്കറിയാം എബി എന്ത് കണ്ടാലും അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ അവനെ ഞാൻ അകത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നില്ല ആദ്യം. പിന്നീട് ഞാൻ എന്തോ സാധനം രണ്ടാമത് എടുക്കാൻ മറന്നപ്പോഴത്തേക്കും അവനെ കൂടെ കൊണ്ടുവന്നു കേട്ടോ. കൊണ്ടുവന്നപ്പോഴത്തേക്കും ഐസ്ക്രീം വേണമെന്നായി. അങ്ങനെ അവന് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. തൊട്ടടുത്ത കടയിൽ നിന്ന് ലൂസ് മൈദ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഹൈപ്പർ മാർക്കറ്റ് കേട്ടോ. ഇവിടെ നിന്നാണ് ഞാൻ ഇപ്പോൾ സാധനം വാങ്ങിച്ചത്. അവിടെ നിന്ന് നേരെ വന്നിട്ട് മൈദയും വാങ്ങിച്ചു. പിന്നീട് പൊറോട്ട വാങ്ങിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. 2 പേർക്കും കൂടി. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും പിന്നെ രാത്രിത്തേക്ക് ചോറ് വെക്കാനുണ്ടായിരുന്നു. അതിപ്പോൾ ചോറ് വെക്കേണ്ട, പൊറോട്ട കഴിക്കുമെന്ന് വിചാരിച്ചു. 2 പേർക്കും കൂടെ വാങ്ങിക്കാൻ വേണ്ടി നിന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് ഓൺലൈൻ വഴി വന്നതാണ് കേട്ടോ ഞാനിന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇനിയും കുറച്ചുകൂടെ സാധനങ്ങൾ വരാനുണ്ട്. അതുകൂടെ വന്നാലേ എൻ്റെ കേക്കും പ്ലാനിങ്ങൊക്കെ കഴിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ അവനും വന്ന് നോക്കുവാണ് എന്താണെന്നുള്ള കാര്യം. അപ്പോൾ യൂണിഫോം പാൻറ്റ് പുതിയ തച്ചുകൊണ്ട് വന്നതുകൊണ്ട് ഒന്ന് ഇട്ട് നോക്കിയതാണ്. ഉടുപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ ബെൽറ്റും ഉണ്ട്. ബെൽറ്റൂടെ വരുമ്പോഴത്തേക്കും കണക്കായിരിക്കും. നമുക്ക് ലൂസായിട്ട് തയ്ക്കാൻ പറഞ്ഞതാണ്. കാരണം ഇനി അടുത്ത വർഷവും കൂടെ ഉപയോഗിക്കാനുള്ളതാണല്ലോ. അതുകൊണ്ട് ഇച്ചിരി ലൂസായിട്ട് പാൻറ്റ് തയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞില്ല ബെൽറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാവും കാര്യങ്ങളൊക്കെ അളക്കാനുള്ള ഒരു സംഭവമാണ് കേട്ടോ വന്നത്. ഇത് കൊള്ളാം. നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. ഞാൻ ഓർഡർ ചെയ്ത് വന്ന പ്രോഡക്റ്റ് എല്ലാം നല്ലതാണ്. എനിക്കൊരു കുഴപ്പമായിട്ട് ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വന്ന ഒരു സാധനവും എക്സ്ചേഞ്ച് ചെയ്യാനോ റിട്ടേൺ ചെയ്യാനോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് നല്ല പ്രോഡക്റ്റായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഇതും അങ്ങനെ തന്നെയാണ്. നല്ലൊരു പ്രോഡക്റ്റായിരുന്നു കേട്ടോ. അളന്നെടുക്കാവുന്ന കുറേ കാര്യങ്ങളാണ്. ടീസ്പൂണും ടേബിൾ സ്പൂണും ഒരുപോലെ എഴുതിയതുകൊണ്ട് തന്നെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇത് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ ബുക്കിനകത്ത് തന്നെ നമ്മുടെ അളവുകളും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വന്നിട്ട് ഇനി ഇതൊക്കെ ഇപ്പോഴൊന്നും വേണ്ട കേട്ടോ. കേക്കിൻ്റെ നമ്മൾ ക്രീമിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അതൊന്നും ഇപ്പോഴും ആവശ്യമില്ല. എന്നാലും വാങ്ങിക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കത് തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് കേക്കിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ള കാര്യം നമ്മുടെ ടീച്ചർ ഗ്രൂപ്പിനകത്ത് മെസ്സേജ് ചെയ്ത സമയത്ത് തന്നെ എല്ലാം ഒരുമിച്ച് തന്നെ അങ്ങ് വാങ്ങി വെച്ചു കേട്ടോ. അപ്പോൾ എപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വാങ്ങിച്ചത് കേട്ടോ. ഓരോ പ്രോഡക്റ്റ് തരുമ്പോഴും അതിൻ്റെ പാക്കിങ് അങ്ങനെയായിരുന്നു കേട്ടോ. ഇച്ചിരി അതെടുക്കാനും നല്ല ബുദ്ധിമുട്ടായിരുന്നു. കുറേ നേരത്തെ ശ്രമത്തിന് ശേഷമാണ് ഓരോന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഞാനൊരു കട്ടിങ് സാധനം വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ തോരൻ വെക്കുന്ന സമയത്ത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന എളുപ്പപ്പണി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.